ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്നിവിടെ റാങ്ക് മേക്കിംഗ് സീരീസ്, നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം എല്ലാ പോസ്റ്റുകൾക്കുമായിട്ട് കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനും വരാൻ പോവുകയാണ്. അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടി ഈ എക്സാമുകളിൽ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിച്ച് അവയിൽ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്ത് മാർക്ക് ഉറപ്പിക്കുക, റാങ്ക് ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിയിട്ടുള്ള സീരീസാണ് റാങ്ക് മേക്കർ സീരീസ്. ഓരോ തവണയും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ കരുതുന്ന ചില ഭാഗങ്ങൾ എടുത്ത് നമ്മൾ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഈ ക്ലാസ്സിൻ്റെ അവസാനം ഈ ക്ലാസ്സിൽ പറഞ്ഞ ഡേറ്റയിൽ നിന്ന് 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവസാനം തരുന്നുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അവ നിങ്ങൾക്ക് ശരിയായി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം കൂടി നിങ്ങളിത് ചെയ്യുക, പരിശോധിക്കുക. അത് ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റാങ്ക് മേക്കിംഗ് സീരീസിലെ വിഷയം, ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, സ്പേസ് മിഷൻസ് ആണ്. 2024 സ്പേസ് മിഷൻസ്, ഇമ്പോർട്ടൻറ്റ് സ്പേസ് മിഷൻസ്. പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്പേസ് മിഷൻസുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. ഡയറക്ട്ലി മിഷന്റെ പേര് തന്ന് അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏതാണ് ലോഞ്ച് വെഹിക്കിൾ തുടങ്ങിയ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ആ മിഷന്റെ ഗോൾസ് എന്ന് പറയുന്ന ഒരു വൺ ലൈനർ ആയിട്ട് ആ ഗോൾ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ രീതിയിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവുകൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുത്തു പോകുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി അധികം താമസമില്ലാതെ സ്പേസ് മിഷൻസ്, 2024 പ്രധാനപ്പെട്ട സ്പേസ് മിഷനുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്ന മിഷൻ എന്ന് പറയുന്നത് എക്സ്പോസാറ്റ് മിഷനാണ്. എക്സ്പോസാറ്റ് മിഷന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ചോദ്യമായിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. 2024 ഡിഗ്രി തലത്തിലുള്ള പരീക്ഷയിൽ എക്സ്പോസാറ്റിന്റെ ഫുൾ ഫോം, ഡിഗ്രി 3 ഘട്ടങ്ങളായി നടന്ന ഡിഗ്രിയിലെ ഒരു ഘട്ടത്തിൽ എക്സ്പോസാറ്റിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, എന്താണ് എക്സ്പോസാറ്റിന്റെ ഫുൾ ഫോം? എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് ഈ ഒരു മിഷനിലെ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വലുതാക്കിയാൽ നമുക്ക് കിട്ടുന്നത് എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ്. എന്നാണ് എക്സ്പോസാറ്റിന്റെ ഒരു വിക്ഷേപണം നടക്കുന്നത്? അത് വളരെ പ്രത്യേകതയാർന്ന ഒരു ദിവസമാണ്, ജനുവരി 1, 2024. അതായത് ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ 2024 ഫസ്റ്റ് സ്പേസ് മിഷൻ, ISROയുടെ ആദ്യത്തെ സ്പേസ് മിഷൻ എന്ന് പറയുന്നത് എക്സ്പോസാറ്റ് മിഷൻ ആയിരുന്നു. ഇനി ഇവിടത്തെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, പോളറിമീറ്റർ. ഇത് തന്നെയാണ് ഇതിന്റെ മിഷൻ ആയിട്ട് നിങ്ങൾ, ഈ മിഷന്റെ ഗോൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. അതായത് കോസ്മിക് എക്സ്റേസ് ഉണ്ട്. എന്താ പറയുന്നത്? കോസ്മിക് എക്സ്റേസ് ഉണ്ട്. അവയുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ മിഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കോസ്മിക് എക്സ്റേസിന്റെ പോളറൈസേഷൻ. അത് ഈ കോസ്മിക് എക്സ്റേസ് എന്ന് പറയുന്ന സമയത്ത് ഈ എക്സ്റേ എമിഷൻസ് ഒക്കെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടം എവിടെയാണെന്നറിയാമോ? അതായത് സെലസ്റ്റിയൽ ആയിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും, സെലസ്റ്റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നെല്ലാം, അതായത് ആകാശത്ത് നമ്മൾ കാണുന്ന ഒബ്ജക്റ്റുകളിൽ നിന്നെല്ലാം പലരും എക്സ്റേ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ബ്ലാക്ക് ഹോളുകൾ തന്നെയാണ്. ബ്ലാക്ക് ഹോളുകൾ തന്നെയാണ്. സോ ഈ ബ്ലാക്ക് ഹോളുകൾ ഉൾപ്പെടെയുള്ള സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകളിൽ നിന്നും വരുന്ന കോസ്മിക് എക്സ്റേസിന്റെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കലാണ് എക്സ്പോസാറ്റ് മിഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത നിങ്ങൾ ഓർക്കേണ്ടത്, ദിസ് ഈസ് ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മിഷൻ. ആദ്യമായി ഈ ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ആദ്യത്തെ മിഷൻ, ഇന്ത്യയുടെ ആദ്യത്തെ മിഷൻ കൂടിയാണ് എക്സ്പോസാറ്റ് മിഷൻ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇനി ഇത് എക്സ്പോസാറ്റ്, അപ്പൊ എന്താണിത് എന്നൊരു ചോദ്യം നിങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു വാക്ക് എന്താ അറിയോ? സ്പേസ് ഒബ്സർവേറ്ററി എന്ന് ഓർത്തു വെച്ചാൽ മതി. അതായത് ഒരു ടെലസ്കോപ്പ് കൊണ്ട് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യില്ലേ, അതുപോലെ സ്പേസിന്റെ മുകളിലേക്ക് ഒരു ഒബ്സർവേറ്ററി നമ്മൾ വിട്ടു. അതിന്റെ പേരാണ് എക്സ്പോസാറ്റ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അവിടെ നിന്ന് ദിസ് വിൽ ആക്ട് ആസ് എ സ്പേസ് ഒബ്സർവേറ്ററി. എന്താണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളാണ് അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. അപ്പോൾ മിഷൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി, എന്നാണ് വിക്ഷേപിച്ചതെന്ന് മനസ്സിലായി.
എന്താണ്, അതായത് ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലായി. ഇതിൽ ഈ രണ്ട് കാര്യങ്ങളും ഓൾറെഡി 2024 ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഇനി അടുത്ത രീതിയിലുള്ള ഇത്തരം സ്പേസ് മിഷനുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോഞ്ച് വെഹിക്കിൾ ഏത് എന്ന ചോദ്യം. എന്താണ് ചോദിക്കാറുള്ളത്? ലോഞ്ച് വെഹിക്കിൾ ഏത് റോക്കറ്റ് ആണ്? ഇതാണ് ലോഞ്ച് വെഹിക്കിൾ അല്ലെ. ഇപ്പോ എക്സ്പോസാറ്റിന്റെ ലോഞ്ച് വെഹിക്കിൾ ആണ് ഇത് നോക്കൂ, ഇതിന്റെ നടുവിലായിട്ട് ഇവിടെയായിട്ട് ആ ലോഞ്ച് വെഹിക്കിളിന്റെ പേര് ഇവർ എഴുതും. ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എനിക്കറിയാം. നിങ്ങൾ ഫോണിലാണ് കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. PSLV C-58 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കണം. PSLV C-58ലാണ് എക്സ്പോസാറ്റ് മിഷൻ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ, സംശയങ്ങളില്ലല്ലോ. ഇനി PSLVയുടെ 60th മിഷനാണ് ഇത്. PSLVയുടെ 60ാമത്തെ മിഷൻ ആയിരുന്നു ഇത്. രണ്ടെണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. അല്ലാണ്ടെയുള്ള PSLV C-58 PSLVയുടെ 60ാമത്തെ മിഷനാണ് എന്ന കാര്യം ആലോചിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എത്ര കാലത്തേക്കാണ്? 5 വർഷത്തേക്കാണ്, 5 ഇയേഴ്സിലേക്കാണ് എക്സ്പോസാറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ വിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 വർഷം കൊണ്ട് എന്തായാലും തീരണമെന്ന് നിർബന്ധമില്ല. അത് ഏത് രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത് എന്നത് അനുസരിച്ച് എന്ത് സംഭവിക്കും, വേണമെങ്കിൽ അത് 5 വർഷത്തിൽ കൂടാം കുറയാം, എങ്ങനെ വേണമെങ്കിലും അത് സംഭവിക്കാം. ഇനി PSLVയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കടക്കുന്നില്ല. 4 സ്റ്റേജ് ആണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. സോളിഡ് ലിക്വിഡ് 2 പ്രൊപ്പൽഷൻസും ഉപയോഗിക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. PSLVയെ കുറിച്ച് ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ആ തിയറി ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, 4th സ്റ്റേജ് ഓഫ് PSLV. അപ്പൊ നമുക്കറിയാം ഓൾറെഡി എന്താണ് 4 സ്റ്റേജുകളിലായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അവിടെയാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പേര് വരുന്നത്. അതാണ് ഈ പോയം 3 എന്ന് പറയുന്നത്. പോയം 3 അല്ല, ഇതെന്താ വെച്ചാൽ PSLV, P for PSLV, O for orbital, E for experiment, M for module. അതാണ് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പോയം 4ഉം ഈ അടുത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ ശേഷമുള്ള മറ്റൊരു മിഷനിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ശരി, അത് അവിടെ ഇരിക്കട്ടെ. എന്താണ് അപ്പൊ പോയം 3? ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പോയം 3 എന്ന് പറയുന്നത്? ഇപ്പോഴും എന്താ വെച്ചാൽ ഈ മുകളിലെ ഭാഗമൊക്കെ, ഈ മുകളിലെ ഭാഗം ഉണ്ടല്ലോ, ഓരോ ഭാഗത്തു നിന്ന് എന്താണ്, ആദ്യം ബൂസ്റ്ററുകൾ വേർപെടും, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ വേർപെടും. അങ്ങനെ അവസാനം, പക്ഷേ ഏറ്റവും അവസാനത്തിലേക്ക് നമ്മുടെ ഭൂമിയുടെ മുകളിലേക്ക് നമുക്കറിയാം അല്ലെ, ഈ വിക്ഷേപിച്ചവയെല്ലാം പല പല ഓർബിറ്റുകളിലായിട്ട് സ്പേസ് ഡെബ്രിസ് ആയിട്ട് മാറുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്? ഡെബ്രിസ്. എന്താണ് സ്പേസ് ഡെബ്രിസ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മുകളിൽ ഈ വാഹനങ്ങളുടെ എല്ലാം ഭാഗങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട അവസാന പാർട്ടുകൾ, ഇവയെല്ലാം വേസ്റ്റ് ആയിട്ട് അവിടുത്തെ സ്പേസ് ഡെബ്രിസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഡെബ്രിസുകൾ വലിയ വെല്ലുവിളിയാണ് അവിടെയുള്ള സാറ്റലൈറ്റുകളിലേക്ക് ഉണ്ടാക്കുന്നത്. ഈ ഡെബ്രിസുകൾ എന്ത് ചെയ്യുകയാണ്, ആ സാറ്റലൈറ്റുകളിൽ വന്നിടിക്കും. ഇവയെല്ലാം വലിയ സ്പീഡിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവ വന്ന് ഇടിച്ചിട്ട് ഒരുപാട് സാറ്റലൈറ്റുകൾക്ക് നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ തീരുമാനിച്ചു ഇങ്ങനെ ഈ അവസാന ഭാഗമൊക്കെ എന്ത് ചെയ്യണ്ട, അവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടതില്ല. പകരം എന്ത് ചെയ്യാം, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആലോചിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? തൽഫലമായിട്ടാണ് നിയർ സീറോ ഡെബ്രിസ്, എന്താണ് നിയർ സീറോ ഡെബ്രിസ് മിഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിന്റെ അവസാന ഘട്ടത്തിനെ, ലാസ്റ്റ് ഘട്ടത്തിനെ ഒരു എക്സ്പെരിമെന്റിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെയാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. ഇതിന്റെ അവസാന ഘട്ടത്തിലെ ഭാഗത്തിനെ ഒരു ഒബ്സർവേറ്ററി പ്ലാറ്റ്ഫോം പോലെയാക്കി നമ്മൾ മാറ്റുകയും ഒരു സ്റ്റേബിൾ ഓർബിറ്റൽ സ്റ്റേഷൻ ആക്കി മാറ്റുകയാണ്. പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഓർബിറ്റൽ സ്റ്റേഷൻ ആക്കി നമ്മൾ ഇതിനെ മാറ്റുകയാണ്. കാര്യങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേഷൻ ആയിട്ട് ഇതിനെ മാറ്റുകയും എന്ത് ചെയ്യുകയാണ്, ഇതിനെ നമ്മൾ ഈ മുകളിലെ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചിറക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ തിരിച്ചിറക്കി. അപ്പൊ ഇവിടത്തെ സ്പേസ് ഡെബ്രിസ് ആയി വേസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, അതവിടെ തുടരില്ല. ഇതാണ് ഈ പോയം എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ PSLVയുടെ ഭാഗമായി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. PSLVയുടെ ഏറ്റവും മുകളിൽ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുകയാണ്, മുകളിലെ ഭാഗം എന്ന് വെച്ചാൽ 4th സ്റ്റേജിന്റെ ആ ഭാഗത്ത്, അപ്പോൾ അവസാനം ഡിറ്റാച്ച് ആകുന്ന ആ ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ ഒരു ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ ആക്കി മാറ്റി നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. ഈ ഡെബ്രിസുകളുള്ള സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് അതിനെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ച് കൊണ്ടുവരികയാണ്. അതാണ് ഈ പോയം.
PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇതിനെ എങ്ങോട്ട് കൊണ്ടുവന്നു? വളരെ താഴത്തേക്ക്, അറൗണ്ട് 350 കിലോമീറ്റർ അറ്റ്മോസ്ഫിയറിന്റെ താഴത്തേക്ക് എന്ത് ചെയ്യുകയായിരുന്നു? അവർ ലോവർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ പോയം എന്താണ് എന്ന കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണേ? ഇനി ഇതിന്റെ ഉള്ളില് എക്സ്പോസാറ്റിന്റെ ഉള്ളില് 2 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് എക്സ്പെക്ട് എന്ന് പറയുന്ന ഇതും, മറ്റൊന്ന് പോളിക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ. ഈ 2 പേലോഡുകളാണ് എക്സ്പോസാറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഈ എന്താ പറയുക, എക്സ്പെക്ട് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എന്നാണ്. എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ്. എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ്. പോളിക്സ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പോളറിമീറ്റർ ഇൻസ്ട്രുമെന്റ് ഇൻ എക്സ്റേസ് എന്നാണ്. പോളറിമീറ്റർ ഇൻസ്ട്രുമെന്റ് ഇൻ എക്സ്റേസ്. പോളറിമീറ്റർ ഇൻസ്ട്രുമെന്റ് ഇൻ എക്സ്റേസ് എന്നാണ്. ഇവ രണ്ടും ചേർന്നാണ് അവിടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? നടത്താനായിട്ട് പോകുന്നത്. ഇതിലെ ഈ എക്സ്പെക്ട് എന്ന് പറയുന്ന ഈ ഭാഗമില്ലേ, ഇത് നിർമ്മിച്ച് ഈ നമ്മളുടെ എക്സ്പോസാറ്റിന്റെ ഭാഗമാക്കി മാറ്റിയത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആരാണ്? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പോളിക്സിനെ ഈ ഒരു മിഷന്റെ ഭാഗമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാണറിയോ കൂട്ടുകാർക്ക്? UR റാവു സാറ്റലൈറ്റ് സെന്റർ ആണ്. ആരാണ്? UR റാവു സാറ്റലൈറ്റ് സെന്റർ. ചില സമയത്ത് 2R എഴുതാറില്ല, URSC എന്ന് മാത്രമേ എഴുതാറുള്ളൂ. UR റാവു സാറ്റലൈറ്റ് സെന്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? പോളിക്സിനെ അപ്പൊ UR റാവു സാറ്റലൈറ്റ് സെന്റർ നിർമ്മിച്ചു. എക്സ്പെക്റ്റിനെ ആര് നിർമ്മിച്ചു? രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. മനസ്സിലാവുന്നുണ്ടോ? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചു. അപ്പൊ ഈ 2 പേലോഡുകളാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി ആലോചിക്കുക. ഇതിനു മുമ്പുള്ള എക്സാമുകളിൽ നമ്മളുടെ ചന്ദ്രയാൻ 3യുടെ പേലോഡുകളെ കുറിച്ച്, ആദിത്യ മിഷനിലുള്ള പേലോഡുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പേലോഡുകളുടെ പേര് കൂടി എന്ത് ചെയ്യുന്നത്, നിങ്ങളോട് പറഞ്ഞ് പോകുന്നത്. ഓക്കെ ആണല്ലോ? ആ കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് എന്ന് പറയുന്നത്, ഇവിടെ കുറെ പേലോഡ് പിന്നെയും കാണിക്കേണ്ടത്. അതെന്താണ്? അത് നമ്മൾ നേരത്തെ കാണിച്ച ആ പോയം 3 പറഞ്ഞില്ലേ നമ്മള്? ഈ പോയം 3യിലുള്ള PSLVയുടെ ഈ ഓർബിറ്റൽ എന്താ പറയുക മിഷൻ നമ്മൾ പറഞ്ഞില്ലേ, വേസ്റ്റ് ആക്കാണ്ട് അതിനെ കൂടി എന്താണ് മറ്റൊരു പരീക്ഷണശാല പോലെ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതിൽ ഈ പോയം 3യിൽ എന്ത് ചെയ്യുന്നുണ്ട്? 10 കുഞ്ഞു പരീക്ഷണാർത്ഥമുള്ള കുഞ്ഞു പേലോഡുകൾ ഉണ്ട്. ഈ പോയം 3 എന്ത് ചെയ്തു? അതിൽ നിന്ന് വിട്ടിട്ട് നമ്മളുടെ എക്സ്പോസാറ്റ് പോയ സ്ഥലത്ത് എക്സ്പോസാറ്റ് മുകളിലേക്ക് പോയി ഈ പോയത്തിനെ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ ഇറക്കിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. തിരിച്ച് എന്ത് ചെയ്തു? അത് നമ്മൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ എൻ്റർ ചെയ്തു. ഈ പോയത്തിൽ എന്തുണ്ട്? ഈ രീതിയിലുള്ള ഈ പേലോഡുകൾ ഉണ്ട്. വിവിധ ഇതിന്റെ പർപ്പസുകൾ, ഏതൊക്കെ ഏജൻസികളാണ് ഇതെല്ലാം ഓരോന്നും നിർമ്മിച്ചത്. നമ്മളിപ്പോൾ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഓരോരോ ഏജൻസികൾ, കമ്പനികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇവയൊക്കെ നിർമ്മിച്ച് കൊടുത്തിരിക്കുന്നത് പല പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്. അവയുടെ പർപ്പസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏജൻസികളും കമ്പനികളെയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ISROന്റെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വന്നേക്കുക. ഇത് മുഴുവൻ ഇരുന്ന് കാണാണ്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് വായിക്കുക. ജസ്റ്റ് ഏതെങ്കിലും ഒരു എക്സാമിൽ എങ്ങാനും ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം, ഇപ്പോൾ രുദ്ര .3 എന്ന് പറഞ്ഞൊരു പേരൊക്കെ തന്നാൽ ഓക്കെ, ഇത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. വിമൺ എഞ്ചിനീയേർഡ് സാറ്റലൈറ്റ് അല്ലെ. ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും എന്താണ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഇപ്പൊ വിമൺ എഞ്ചിനീയേർഡ് സാറ്റലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാ? കമ്പാരിസൺ ഓഫ് സോളാർ ഇറേഡിയൻസ് ആൻഡ് UV ഇൻഡെക്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. അത് ഉണ്ടാക്കിയത് ആരാ? LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൺ ആണ് എന്ത് ചെയ്യുന്നത്? അത് നിർമ്മിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രത്യേകതയാർന്നത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ മാത്രം ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ്പോസാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മിഷനിലേക്ക് പോവുകയാണ്. ഇൻസാറ്റ് 3DS. ഏതാണ്? ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS ഒരു തേർഡ് ജനറേഷൻ മെറ്റീറോളജിക്കൽ സാറ്റലൈറ്റ് ആണ്. മെറ്റീറോളജിക്കൽ സാറ്റലൈറ്റ് ആണ്. അതായത് ഇതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഓൾറെഡി 2 സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇൻസാറ്റിന്റെ 3D സീരീസിൽ തന്നെയുള്ള 2 സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അവയുടെ പിന്നാലെ പോകുന്ന ഒരു എന്താ പറയുക, ഒരു ഫോളോ അപ്പ് മിഷൻ, ഒരു ഫോളോ ഓൺ മിഷൻ നമുക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫോളോ ഓൺ മിഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ തേർഡ് ജനറേഷൻ മെറ്റീറോളജിക്കൽ സാറ്റലൈറ്റ്. കാരണം ഈ
തേർഡ് ജനറേഷൻ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാറുണ്ട്, അവർ തരാറുണ്ട്. അപ്പൊ തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, തേർഡ് ജനറേഷൻ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ്, ഒരു ഫോളോ ഓൺ മിഷനാണ്. ഇതിനു മുമ്പ് പോയ 2 മിഷനുകളുടെ ഫോളോ ഓൺ മിഷൻ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ആരാണ് വിക്ഷേപിക്കുന്നത്? ഇവിടെ ഇതാണ് നമ്മളുടെ വിക്ഷേപണ വാഹനം. ആരായിരുന്നു അത്? GSLV F-14. GSLV F-14 ആണ് ഇൻസാറ്റ് 3DS-നെ എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. വിക്ഷേപണ ദിവസം ഫെബ്രുവരി 17, 2024 ആയിരുന്നു. GSLV-യുടെ 16ാമത് മിഷനായിരുന്നു ഇൻസാറ്റ് 3DS എന്ന കാര്യം ആലോചിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻസാറ്റ് 3DS GSLV-യുടെ 16ാമത്തെ മിഷനായിരുന്നു. ഇനി ഇൻസാറ്റ് 3DS-നെ GSLV F-14 എവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അറിയോ കൂട്ടുകാർക്ക്? കൊണ്ടുപോയിട്ടുള്ളത് ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് അഥവാ GTO-യിലേക്കാണ്. GTO, ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് കൊണ്ടുപോയി. ഈ ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിന്നും അത് എവിടേക്ക് പിന്നീട് പോയി? ജിയോ സിങ്ക്രോണസ് ഓർബിറ്റ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ഈ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്കാണ് ഇപ്പോൾ മിക്കവാറും എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയി. അതായത് ഭൂമിയിൽ നിന്ന് 36,000-ഓളം കിലോമീറ്റർ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് അല്ലെങ്കിൽ ജിയോ സിങ്ക്രോണസ് ഓർബിറ്റ് ഒക്കെ കിടന്ന് കറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും പലപ്പോഴും എന്താ ചെയ്യാറിയോ, ഇവിടുന്ന് വിക്ഷേപിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങനെ എന്ത് ചെയ്യും, കറക്കാൻ തുടങ്ങും. ഇങ്ങനെ കറക്കി 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 ഒരു എലിപ്റ്റിക്കൽ പാതയിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, പതുക്കെ ഇതിനെ എന്ത് ചെയ്യും, ഈ ഇതിലേക്ക് എന്ത് ചെയ്യും, പതുക്കെ കയറ്റി വിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ എന്താ പറയുക, ആദ്യം പോകുന്ന ഈ ഒരു ജിയോ സിങ്ക്രോണസ് ഓർബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ട്. അതാണ് ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റ്. ഞാൻ നോക്കൂ, വളരെ ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് വളരെ വലിയ ഡീപ്പായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരീക്ഷയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ മാത്രം ഞാൻ പറഞ്ഞു തരാണ്. ഓക്കെ, സോ ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇങ്ങനെ ഇത് ഈ ഒരു പിക്ചർ നിങ്ങൾ ജസ്റ്റ് മനസ്സിലോർത്താൽ മതി. ഓക്കെ, അപ്പൊ അടിസ്ഥാനപരമായി അതെന്താണ്, ഒരു എളുപ്പപ്പണിയാണ് അല്ലെ. ഇങ്ങനെ കറക്കി കറക്കി എന്ത് ചെയ്യും, ഇങ്ങോട്ട് അതിനെ എന്ത് ചെയ്യും, കയറ്റി വിടും. നേരെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് എന്താ പറയുക, കൊണ്ടുപോകണമെങ്കിൽ അത്രയധികം റോക്കറ്റ് എന്താണ് പുഷ് ചെയ്ത് അങ്ങോട്ട് എത്തിക്കണം. ഇപ്പൊ ഇവിടെ നമ്മളുടെ ചന്ദ്രയാൻ പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ എന്താണ്, ഭൂമി ഇവിടെയുണ്ട്, ചന്ദ്രൻ ഇവിടെയുണ്ട്. നമ്മൾ എന്താ ചെയ്ത്, ഇവിടുന്ന് നേരെ ചന്ദ്രയാൻ ഇങ്ങ് വിടുകയാണോ ചെയ്ത്? അങ്ങനെയല്ല ചെയ്ത്. നമ്മൾ ഭൂമിയുടെ എന്ത് ചെയ്തു, ആദ്യം ഇങ്ങനെ വെച്ചു, എന്നിട്ട് എനർജി നമ്മൾ എന്താണ് ഏറ്റവും കുറവ് ഉപയോഗിക്കാൻ നോക്കുക. ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും അത് കറങ്ങിക്കൊണ്ടിരുന്നു. 7 തവണയോ മറ്റേ കറങ്ങി. അത് കഴിഞ്ഞ് ഒരു ദൂരത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു, ഇതിനെ അങ്ങ് വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, അത് പിന്നെ ചന്ദ്രനെ ഇങ്ങനെ ചുറ്റി എന്ത് ചെയ്തു, പിന്നെ അത് പോയിട്ട് ചന്ദ്രനിൽ ഇറങ്ങി. ഇങ്ങനെ ചെയ്ത്. അപ്പൊ ഇത് എന്തിനാ അപ്പൊ നമുക്ക് നേരെ പൊക്കൂടെ, പക്ഷെ അത് നമുക്ക് അത്ര എമൗണ്ട് ഓഫ് എനർജി, അത്രയധികം എന്താ പറയുക, നമ്മളുടെ ശാസ്ത്രവും ആ ലെവലിൽ ഓഫ് എന്ത് ചെയ്തിട്ടില്ല, വളർന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഭൂമിയുടെയും ചന്ദ്രന്റെയൊക്കെ ആ ഗുരുത്വാകർഷണ ബലത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അപ്പൊ ഓരോ സ്റ്റേജിൽ നിന്നും തൊട്ടടുത്ത സ്റ്റേജിലേക്ക് ബൂസ്റ്റേഴ്സും ബലതും വെച്ചിട്ട് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കും, അത് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യും, ഇതിന്ന് വിട്ടിട്ട് അപ്പുറത്തേക്ക് പോകും. ഇതുപോലെ തന്നെയുള്ള വേറൊരു പ്രോഗ്രാമാണ് ഈ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ജിയോ സിങ്ക്രോണസ് ഓർബിറ്റിലേക്കോ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്കോ നമ്മളുടെ ഈ സാറ്റലൈറ്റിനെ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻസാറ്റ് 3DS GSLV F-14 പോയി. ഫെബ്രുവരി 17, 2024 GSLV-യുടെ 16ാമത് മിഷൻ ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്കാണ് എന്ത് ചെയ്തെത്തിച്ചത്, ഇൻസാറ്റ് 3DS-നെ എത്തിച്ചത്. അവിടെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അത് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി അതിനുശേഷം ദിസ് മിഷൻ വാസ് ഫുള്ളി ഫണ്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് ഇത് കംപ്ലീറ്റ്ലി ഫണ്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ്. ഇനി എന്തൊക്കെയാ ഉദ്ദേശം നോക്കൂ, എന്തുകൊണ്ട് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഇതിനെ ഈ രീതിയിൽ ഫുള്ളി ഫണ്ട് ചെയ്തു എന്ന് അടുത്ത ലൈനിൽ മനസ്സിലാകും. മോണിറ്ററിംഗ് ഓഫ് ലാൻഡ് ആൻഡ് ഓഷ്യൻ സർഫേസസ് ഫോർ വെദർ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസാസ്റ്റർ വാർണിംഗ്. ഇപ്പൊ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന്റെ അടിയിൽ വരുന്ന കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. എർത്ത് സയൻസസിന്റെ അടിയിൽ കുറെ അധികം ആളുകൾ മിനിസ്ട്രിയുടെ അടിയിൽ. ഇപ്പൊ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അല്ലെ, കാലാവസ്ഥ നിരീക്ഷിക്കുന്ന ആളുകൾ വരുന്നുണ്ട്. അതുപോലെ മിനറൽസും മറ്റും കാര്യങ്ങളും നിരീക്ഷിക്കലുണ്ടാകും. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ്, കൃത്യമായി ഇന്ത്യയുടെ മുകളിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്കാണ് പോയിരിക്കുന്നത് അല്ലെ, കൃത്യമായി ഇന്ത്യയുടെ മുകളിൽ നിന്നുകൊണ്ട് തുടർച്ചയായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു മിഷനാണ് ഇൻസാറ്റ്. സോ ഇത് ബേസിക്കലി എന്താണ്, ഒരു
കൃത്യമായി വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്ന, ഡിസാസ്റ്റർ വാർണിംഗുകൾ കൊടുക്കുന്ന, ഒബ്സർവേറ്ററി ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് 3DS എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ദിസ് വർക്ക്സ് അലോങ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു 3rd ജനറേഷൻ ഫോളോ ഓൺ മിഷൻ ആണ് എന്ന്. ഇൻസാറ്റ് 3D വിക്ഷേപിച്ചിട്ടുണ്ട് ഓൾറെഡി, ഇൻസാറ്റ് 3DR വിക്ഷേപിച്ചിട്ടുണ്ട്, ഇപ്പൊ 3DS വിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇൻസാറ്റ് 3Dയെയും ഇൻസാറ്റ് 3DR ഒപ്പം ചേർന്ന് ടു വർക്ക് അലോങ് ദീസ് 2 സാറ്റലൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നിലവിലെ 3DS പോയിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നമുക്കറിയാം GSLVക്ക് എത്ര സ്റ്റേജുകളാ, 3 സ്റ്റേജുകളാണ് ഉള്ളത് അല്ലെ. അതിൽ 3rd സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് എന്താണ് സ്റ്റേജ് ആണ് 3ാമത്തെ സ്റ്റേജ് വരുന്നത് അല്ലെ. ക്രയോജനിക് സ്റ്റേജ് ആണ് 3ാമത്തെ സ്റ്റേജ് വരുന്നത്. ഈ ക്രയോജനിക് സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എന്താ അതിന്റെ പ്രത്യേകത എന്താ? അവിടെ അവർ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഓക്സിജനും അതുപോലെ തന്നെ ലിക്വിഡ് ഹൈഡ്രജനുമാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് എന്താണ്, ഇത് വളരെയധികം അതിന്റെ ഒരു ശക്തി കൂട്ടുന്നുണ്ട്. കുറച്ചുകൂടി എന്താ പറയുന്നത്, സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് ടെക്നിക്കലി കുറച്ച് എന്താ പറയുക ഇത്തിരി ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു മിഷനുകളെ വളരെയധികം എന്താ പറയുക മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും വലിയ മിഷനുകൾ നമുക്ക് ചെയ്യാൻ പറ്റുകയൊക്കെ അതിന്റെ കേപ്പബിലിറ്റി നമുക്ക് തരികയും ചെയ്തിട്ടുള്ളൊരു ടെക്നോളജി ആയിരുന്നു ക്രയോജനിക് ടെക്നോളജി. അപ്പൊ ഈ ക്രയോജനിക് ടെക്നോളജിയുടെ പ്രത്യേകത എന്താണ്, ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും ആണ് അവർ ഫ്യൂവൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത്. ആലോചിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇൻസാറ്റ് 3DSലെ പേലോഡുകൾ ഇമേജർ പേലോഡാണ് ഒരെണ്ണം, സൗണ്ടർ പേലോഡാണ് മറ്റൊന്ന്, ഡേറ്റ റിലേ ട്രാൻസ്പോണ്ടർ ആണ് മറ്റൊന്നും, സാറ്റലൈറ്റ് എയ്ഡഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ട്രാൻസ്പോണ്ടർ ആണ് മറ്റൊന്ന്. ഇവയ്ക്ക് ഓരോന്നിനും അവരവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങളാണ് ഉള്ളത്. പല വേവ് ബാൻഡുകളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. പേരുകൾ പറയുന്ന പോലെ തന്നെ എന്താണ് ഒന്നിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനറേറ്റിംഗ് ഇമേജസ് ആണ് ഒന്നിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗണ്ടർ പേലോഡിന് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക ഇൻഫർമേഷൻസ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിൽ എന്താണ് ഈ സൗണ്ടർ പേലോഡുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമല്ലോ, ഈ സൗണ്ടർ പേലോഡുകളുടെ രീതികൾ അവരുടെ ബാൻഡ് ഉപയോഗിച്ചിട്ട് ഈ വെർട്ടിക്കലി അവരെന്ത് ചെയ്യും, ഓരോരോ മാറ്റങ്ങൾ അവർ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതായത് ഓരോ സ്ഥലങ്ങളിലുമുള്ള ടെമ്പറേച്ചർ എത്രയാണ്, ടെമ്പറേച്ചർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് വെർട്ടിക്കലി, ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് ഓരോ സ്ഥലത്തും വേരി ചെയ്യുന്നത്, ഇതൊക്കെ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും നോക്കുന്നതാണ് സൗണ്ടർ പേലോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഡേറ്റ റിലേ ട്രാൻസ്പോണ്ടർ ഉണ്ട്. അതായത് ഈ വെതർ സ്റ്റേഷൻ നമ്മൾ പറഞ്ഞില്ലേ, വെതർ നോക്കൽ ഒരു ഉദ്ദേശമാണ്, മെട്രോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഓഷ്യൻ സർഫേസ് അവർ പരിശോധിക്കും, എന്താ പറയുക ഹൈഡ്രോളജിക്കൽ സർഫേസിൽ ബാക്കിയുള്ള സർഫേസിൽ ഓഷ്യൻ അല്ലാത്ത ബാക്കിയുള്ള ഹൈഡ്രോളജിക്കൽ ഏരിയകൾ അവർ നോക്കും, നമ്മളുടെ അതുപോലെ തന്നെ ലാൻഡ് ഏരിയകൾ അവർ നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുകയും അവ കൃത്യമായിട്ട് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുന്നവയാണ് ആരെന്ന് പറയുന്നത് ഡേറ്റ റിലേ ട്രാൻസ്പോണ്ടർ. പിന്നെ നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വലിയ രീതിയിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപഗ്രഹങ്ങൾ പങ്കുവഹിക്കുന്നുണ്ട്. ഓരോ ഇടങ്ങളുടെയും അവസ്ഥ മനസ്സിലാക്കാൻ, അതിനു മുമ്പ് എങ്ങനെയായിരുന്നു അവിടെ, ഇപ്പോൾ എങ്ങനെയാണ്, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആളുകൾ സ്ട്രാൻഡഡ് ആണോ, ഇവയൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നത് നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതേപോലെ നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയൊരു ഇതിന്റെ ഉദ്ദേശം എന്താ, ഗ്ലോബൽ റിസീവ് കവറേജ് ആണ്. മനസ്സിലാകുന്നത് UHF ബാങ്കിലുള്ള ഗ്ലോബൽ റിസീവ് കവറേജ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കാട്ടുതീ, ഈ അടുത്ത് കാലിഫോർണിയയിൽ വലിയ കാട്ടുതീ ഉണ്ടായി അല്ലേ. അപ്പൊ കാട്ടുതീ എവിടെയൊക്കെ പടർന്നു, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഏത് വഴിക്കാണ് ആളുകൾക്ക് കടന്നു പോകാനുള്ള ഒരു വഴി എവിടെയാണ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാനുള്ള എളുപ്പം എന്താ, സാറ്റലൈറ്റ് വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ന വശത്ത് കൂടെ നിങ്ങൾ കടന്നു പോവുക. ഇപ്പൊ കാട്ടുതീ കാറ്റത്ത് എന്ത് ചെയ്യും, പടർന്നു പിടിക്കും. ഇവിടെ എല്ലാം കാട്ടുതീ ഉണ്ടെങ്കിൽ ആളുകളോട് പറയാൻ പറ്റണം, ഇതാ നിങ്ങൾ ഈ ഡയറക്ഷനിൽ പോയാൽ മതി, ബാക്കി എല്ലാവിടെയും കാട്ടുതീയാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോറിഡോറിൽ കൂടെ രക്ഷപ്പെട്ടു പോവാം. കാട്ടുതീ ഇവിടേക്ക് എത്തിയിട്ട് ക്ലോസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇൻസാറ്റ് 3DS കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത മിഷൻ പുഷ്പക് RLV സ്റ്റാൻഡ്സ് ഫോർ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. നമ്മളുടെ പണ്ടത്തെ പുഷ്പക വിമാനം നിങ്ങൾ കേട്ടിട്ടില്ലേ? പുഷ്പക വിമാനം എന്തായിരുന്നു, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചു എന്ന് നമ്മളൊക്കെ എന്താ പറയുക ചെറുപ്പം മുതൽ കഥകൾ കേട്ടിട്ടുള്ള പുഷ്പക വിമാനം. അതിനെ എന്ത് ചെയ്യാൻ പറ്റും, പുഷ്പക വിമാനം ഒരിക്കലും റോക്കറ്റ് പോലെ വിട്ടിട്ട് അങ്ങ് വിടുന്നതാണോ? അല്ല, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം, എവിടെ വെച്ചാൽ പോയി ഇറങ്ങാം, അവിടെ നിന്ന് ചെയ്യാൻ തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ ലാൻഡ് ചെയ്യാം അല്ലെ. ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ലോഞ്ച് വെഹിക്കിൾ. നിലവിൽ എങ്ങനെയാണ് സ്ഥിതി, നമ്മളൊരു ലോഞ്ച് വെഹിക്കിൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കും, ഒരു ബൂസ്റ്ററുകളൊക്കെ ഉണ്ടാകും, ഇവിടെ എന്തുണ്ടാകും, ഇവിടെ ഒരു ലോഞ്ച് വെഹിക്കിൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ എന്താ പറയുക PSLV ഏതാച്ച ഒരു സാധനമാണെന്ന് വിചാരിക്കും.
ഇത് പോയി അവിടെ പോയി ഇതിന്റെ മിഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് സാധാരണ എന്താണ് പിന്നീട് എഗെയിൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല. എഗെയിൻ യൂസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഞാൻ പറയല്ല, അറൗണ്ട് 1 കിലോഗ്രാമോ അതോ 1 ടണ്ണോ അങ്ങനെ എത്രയോ ഒരു ഭാരം മുകളിലേക്ക് എത്തിക്കാൻ ഏതാണ്ട് $5000 ചെലവാണ് നിലവിൽ നമുക്കുള്ളത്. എന്നാൽ ഈ ലോഞ്ച് വെഹിക്കിൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയാൽ എന്താണ് ഗുണമറിയോ നിങ്ങൾക്ക്? ഏതാണ്ട് ഈ ചെലവ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം മുകളിലേക്ക് എത്തിക്കാൻ $500 കുറയും. 5000ന്റെ അവിടെ $500 ചെലവ് മതി, പിന്നെ 1 കിലോഗ്രാം ഉള്ള ഒരു കാര്യം എന്ത് ചെയ്യാൻ മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ വലിയൊരു ഡിഫറൻസ്, 1/10 ആയിട്ട് നമ്മളുടെ സ്പേസ് മിഷൻസിന്റെ ചിലവുകൾ കുറയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൂട്ടുകാരെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മിഷന്റെ ഉദ്ദേശം. പ്രധാന ഉദ്ദേശം എന്താണ്? റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ലോഞ്ച് കോസ്റ്റുകൾ കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കുറഞ്ഞ, ഓൾറെഡി ഇന്ത്യയിലേക്ക് ആളുകൾ വരാൻ കാരണം എന്താ? വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾ എന്ത് ചെയ്യും? മിഷൻസിനെ, സാറ്റലൈറ്റുകളൊക്കെ എത്തിച്ചു കൊടുക്കും. ഇനി നമുക്ക് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ കൂടി കിട്ടിയെന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ചിലവ് ഇനിയും കുറയും. അപ്പൊ നമുക്ക് നമ്മളൊരു പക്കാ മാർക്കറ്റായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യും? അവരുടെ കുഞ്ഞു കുഞ്ഞു സാറ്റലൈറ്റുകൾ എല്ലാം കൊണ്ടുവരും. അവരുടെ സൈനികപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെയുള്ള ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ തരത്തിലുള്ള സാറ്റലൈറ്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് ആളുകൾ വരാനായിട്ട് തുടങ്ങും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് ലാൻഡിംഗ് മെഷീൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് തന്നെ വന്നിട്ട് എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ഹൈ സ്പീഡ് റൺവേയിൽ വന്നിട്ട് എന്ത് ചെയ്യണം? വരും. കണ്ടോ, ബാക്കിൽ ഒരു പാരഷൂട്ട് പോലെയൊക്കെ എന്ത് ചെയ്യും? ഇവർ അങ്ങോട്ട് പൊട്ടിക്കും. താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും പവറിൽ ബൂസ്റ്ററും എല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് പതുക്കെ സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് വരും. ഇതാണ് എന്ത് പറയുന്നത്? മിഷൻ. ഇപ്പൊ നമ്മളുടെ RLV-3 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷിച്ചിട്ടുണ്ട്. 1 പരീക്ഷിച്ചു, 2 പരീക്ഷിച്ചു, 3 പരീക്ഷിച്ചു. ഈ 3ന്റെ പരീക്ഷണമാണ് അവസാനം നടന്നത്. അത് ജൂൺ 23-നാണ് നടന്നത്. എപ്പോഴാണ് നടന്നത്? ജൂൺ 23-നാണ് ഈ ലാസ്റ്റ് പരീക്ഷണം നടന്നിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്താണ് എന്ന കാര്യത്തിൽ ഒരു ഐഡിയ ആയിട്ടുണ്ട് അല്ലെ? ജൂൺ 23-നാണ് ഇതിന്റെ 3rd ലെവൽ പരീക്ഷണങ്ങൾ എന്ത് ചെയ്തത്? അവസാനിപ്പിച്ചത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏതാണ്ട് ഒരു വഴിക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് ചെയ്യുക, മനസ്സിലാക്കുക. ഈ ഒരു പുഷ്പക് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു മിഷൻ, ഇത് ലെക്സ്, ഇത് രണ്ടും വേറൊന്നുമല്ല, ഈ എന്താ പറയുക, 2 മിഷനുകളുടെ പേരാണ് ലെക്സ് 02, 03. 03 ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ജൂൺ 23-നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ മാത്രം നിങ്ങൾ ഏതാണ്ട് ആലോചിച്ച് വെച്ചാൽ ജൂൺ 23-നാണ് ലാസ്റ്റ് മിഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഏതെല്ലാം ടെക്നോളജികളാണ് നമ്മളിവിടെ പരീക്ഷിച്ചത് എന്നറിയണമെന്നുണ്ടെങ്കിൽ, ഒന്ന് പ്രിസൈസ് ലാൻഡിംഗ് ആയിരുന്നു. കൃത്യമായി വന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ലാൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോണോമസ് ഫ്ലൈറ്റ്, അതായത് ഇവരെന്ത് ചെയ്യേണ്ടതുണ്ട്? മിഷൻ വളരെ കൃത്യമായി വരികയും ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓരോരോ ആൾട്ടിറ്റ്യൂഡുകളും വിട്ടിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓട്ടോണോമസ് ആയിട്ട് ആ ഭാഗങ്ങൾ ഫ്ലൈറ്റ് കഴിഞ്ഞ് എത്തേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തേതും പ്രധാനമായിട്ടുള്ള കാര്യം റീയൂസബിൾ ഡിസൈൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഭാഗം ബാക്കിയുണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യുകയാണ്? കൊണ്ടുപോയിട്ട് കടലിൽ ഉപേക്ഷിക്കും, എവിടെയെങ്കിലും ഇടിച്ചിറക്കും. ഇടിച്ചിറക്കല്ല, കടലിൽ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് സ്പേസ് ഡെബ്രിസ് ആയിട്ട് പോകും. അങ്ങനെയാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? റീയൂസബിൾ ആയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഈ പുഷ്പക്ക് എങ്ങനെയാണ് പരീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു രസകരമായ കാര്യം. നമ്മുടെ ചിനൂക്ക് ഹെലികോപ്റ്റർ ഉണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഈ ഹെലികോപ്റ്റർ എന്ത് ചെയ്യുകയാണ്? ചിനൂക്ക് ഹെലികോപ്റ്ററിൽ ഇതിനെ എന്താണ് എടുത്തു കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്തു? ഏതാണ്ട് കുറെ ഹൈറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? ചിനൂക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഇതിനെ താഴത്തേക്ക് വിടുകയായിരുന്നു. എനിക്ക് തോന്നുന്നു 5-ൽ കൂടുതൽ കിലോമീറ്റർ എന്തോ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഇതിനെ റിലീസ് ചെയ്തു. അപ്പൊ നമ്മൾ ടെക്നോളജി പരീക്ഷിക്കുകയാണ്. പ്രോപ്പർ ആയിട്ടുള്ള വലുപ്പത്തിലേക്ക് നമ്മൾ ഇതിനെ എത്തിച്ചിട്ടില്ല, ടെക്നോളജി പരീക്ഷിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിനെ അവിടെ നിന്ന് റിലീസ് ചെയ്തു. എന്നിട്ട് ഇതെന്ത് ചെയ്യുകയാണ്? ഓട്ടോണമസ് ആയിട്ട് വന്നിട്ട് ലാൻഡ് ചെയ്യുകയായിരുന്നു. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തു? പാരഷൂട്ടൊക്കെ തുറന്ന് വന്ന് കറക്റ്റ് ആയിട്ട് വന്നിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
മനസ്സിലായോ? ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ എന്താണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ് അതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? മിഷൻസ് അയക്കും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? വന്ന് സേഫ് ആയി ലാൻഡ് ചെയ്യാൻ സാധിക്കണം. ഒരു വിമാനം വന്ന് ഇറങ്ങുന്ന പോലെ തിരിച്ചിറങ്ങാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മുഴുവൻ പരിപാടി എങ്ങനെയാ? കടലിലേക്കാണ്. ഇപ്പൊ നമ്മൾ ഗഗൻയാൻ പോലും നമ്മൾ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? കടലിലേക്ക്. അവസാനം ആ ക്രൂ സഞ്ചരിക്കുന്ന ഭാഗം ക്യാപ്സ്യൂൾ നമ്മൾ കടലിലേക്ക് വന്ന് പാരഷൂട്ട് എന്ത് ചെയ്യും? പാരഷൂട്ടുകൾ ഓപ്പൺ ആകും. പാരഷൂട്ടുകൾ ഓപ്പൺ ആക്കിയിട്ട് കടലിൽ വന്ന് ലാൻഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്? തിരിച്ച് നമുക്ക് ഇവിടേക്ക് ആളുകളെ ഇറക്കാം. ആളുകൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, മൊത്തം മിഷൻ ഉദ്ദേശിക്കുകയാണ്. ലോഞ്ച് വെഹിക്കിൾ, അതായത് ഇതായിരിക്കും പിന്നെ നമ്മുടെ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് ഇതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഫ്യൂച്ചറിലുള്ള ഓർബിറ്റൽ റീ എൻട്രി മിഷനുകൾ, ഓർബിറ്റലായിട്ടുള്ള റീ എൻട്രി മിഷനുകൾ പ്ലാൻ ചെയ്യുക എന്നതാണ് പുഷ്പക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഇന്ത്യയിലുള്ള ഏറ്റവും നീളം കൂടിയ ഹൈവേ എന്ന് പറയുന്നത് ഏതാണ്ട് 2 കിലോമീറ്ററിന്റെ ഹൈവേ ആണ്. പക്ഷേ ഇത് നമ്മൾ വളരെ കൃത്യമായി അതിന്റെ ശരിയായ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ ലാൻഡിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ ഉള്ള ഹൈവേ നമുക്ക് ആവശ്യമാണ്. നിലവിൽ അതുകൊണ്ട് നമ്മൾ ഇതെന്ത് ചെയ്യുകയാണ്? വെള്ളത്തിലേക്ക് തന്നെ എന്താണ് കൊണ്ടുവന്നിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുക എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് എന്ത് ചെയ്യേണ്ടി വരും? വലിയ ഒരു 5 കിലോമീറ്റർ നീളമുള്ള ഹൈവേ ശരിയാക്കുമ്പോൾ മാത്രമേ, റൺവേ ശരിയാക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ? കൃത്യമായിട്ടുള്ള ഈ ലാൻഡിങ് പ്രോപ്പർ ആയിട്ടുള്ള ഡയമെൻഷനിൽ നമുക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇൻ ഷോർട്ട് RLV എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. അത് എന്ന് പറയുന്നത് ബേസിക്കലി റോക്കറ്റുകളാണ്. പക്ഷെ റോക്കറ്റുകൾക്ക് പകരം റോക്കറ്റ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്, പല തവണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന റോക്കറ്റുകളെയാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ് എന്ന പേരിൽ പറയുന്നത്. മറ്റൊരു പേര് നമ്മൾ കൊടുത്തത് പുഷ്പക്. ഇതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നോക്കൂ, സ്പേസ് എക്സിന്റെ ഇതുപോലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ് ഫാൽക്കൺ 9 എന്ന് പറയുന്നത്. ഫാൽക്കൺ 9 എന്ന് പറയുന്നത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ്. അതിന്റെ എന്ത് ചെയ്യും? അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാറുണ്ട്? സ്പേസ് എക്സ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പേസ് എക്സ് പോലെ നിങ്ങൾക്ക് അറിയില്ലേ, ബ്ലൂ ഒറിജിൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ബ്ലൂ ഒറിജിന്റെ ഇതേപോലെയുള്ള മറ്റൊരു എന്താ പറയുക റീയൂസബിൾ വെഹിക്കിൾ ആണ് ന്യൂ ഷെപ്പേർഡ്. ഏതാണ്? ന്യൂ ഷെപ്പേർഡ്. ഈ ന്യൂ ഷെപ്പേർഡിലാണ്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആകാശത്തിലേക്ക് കുറച്ച് ആളുകൾ വെറുതെ പോയത് ഓർമ്മയുണ്ടോ? കാർമൻ ലൈൻ ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് പ്രൈവറ്റ് ആയിട്ട് ബഹിരാകാശ സഞ്ചാരികൾ പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ബ്ലൂ ഒറിജിന്റെ ഈ ഒരു ന്യൂ ഷെപ്പേർഡിലായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഓൾറെഡി ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്പേസ് എക്സ് ഇതിന്റെ അടുത്ത് എന്ത് ചെയ്തു? നേരെ കൊണ്ട് താഴെ വന്ന് ലാൻഡ് ചെയ്യാണ്ട് അതിനെ ഓൾറെഡി ലോഞ്ചിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് പിടിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ 2 നമ്മൾ എപ്പോഴും കാണാറില്ലേ, യന്ത്ര കൈകളിൽ 2 ഉണ്ടാവും ഇങ്ങനെ. ഇതിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇതിന്റെ മുകളിലാണ് ബാക്കിയുള്ളത് ഫിക്സ് ചെയ്യലൊക്കെ ചെയ്യുക. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തിരിച്ചു കൊണ്ടത് സാധാരണ ഭൂമിയിലെ കുത്തി നിർത്താൻ പറ്റുള്ളൂ. ഇവർ ഈ 2 ഹാൻഡുകൾ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇതിനെ പിടിക്കുന്ന ടെക്നോളജിയും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അടുത്തായിട്ട് സ്വായത്തമാക്കിയിട്ടുണ്ടായിരുന്നു സ്പേസ് എക്സ്. അപ്പൊ ഇവിടുന്ന് ഇത് വന്നിട്ട് എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് ഭൂമിയിലല്ല, ഇത് ഇങ്ങനെ വന്നിട്ട് എവിടെ ലാൻഡ് ചെയ്യും? വന്നിട്ട് ഈ കൈകളിൽ തന്നെ വന്ന് ലാൻഡ്. ഈ 2 കൈകൾ അപ്പൊ കറക്റ്റായി വന്ന് അടയും. അത് ഭയങ്കര ഹൈലി പ്രിസൈസ് ആയി ചെയ്യേണ്ട ബുദ്ധിമുട്ടേറിയ ഓപ്പറേഷൻ ആണ്. സ്പേസ് എക്സ് ഈ അടുത്ത് എന്ത് ചെയ്തിരുന്നു? അതിലും പരീക്ഷിച്ചിരുന്നു. അപ്പൊ പുഷ്പക് RLV എന്താണ് മനസ്സിലായല്ലോ. അടുത്തത് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ ടെക്നോളജി. നമ്മൾ മറ്റൊരു ടെക്നോളജി കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ ടെക്നോളജി? ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചത് RH-560 സൗണ്ടിങ് റോക്കറ്റ് ആണ് നമ്മളിത് പരീക്ഷിക്കാൻ ഉപയോഗിച്ചത്. ജൂലൈ 22, 2024 ഈ മിഷൻ നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പരീക്ഷിച്ചത്. നോക്കൂ, ഇത് ഒരു 2 സ്റ്റേജുള്ള സോളിഡ് മോട്ടോർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് ആണ് ഈ പോകുന്നത്. ഇതാണ് ആ റോക്കറ്റ് കേട്ടോ, എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ ടെക്നോളജി. എന്താ അറിയോ കാര്യം? എന്താ അറിയോ? ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ്. നമ്മൾ സാധാരണ എപ്പോഴും കുറെ ഫ്യൂവൽ ഉപയോഗിക്കും അല്ലെ. ഒരു വാഹനത്തിന്റെ ലോഞ്ച് വെഹിക്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ മെജോറിറ്റി വെയിറ്റുകളിലൊന്നും ചിലവ് വരുന്നതും ഈ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ വെയിറ്റ് എപ്പോഴും മിഷന്റെ എന്താ പറയുക ഒരു ഇത് എന്താ പറയുക കൂടുന്നത് എപ്പോഴാണ്? ചെലവ് കൂടുന്നതും കോംപ്ലിക്കേറ്റഡ് ആവുന്നതും വെയിറ്റ് കൂടുമ്പോഴാണ് അല്ലെ. ഈ വെയിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂവൽ ആണ്. മനസ്സിലായോ? അപ്പോഴാണ് ഇനി എന്താണ് ഈ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ ടെക്നോളജി എന്നതിന്റെ പ്രാധാന്യം വരുന്നത്. നോക്കൂ, എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ ടെക്നോളജി ഈസ് എ സിസ്റ്റം ദാറ്റ് യൂസസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ബേൺ ഫ്യൂവൽ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫ്യൂവല് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഘടകവും ഇതിനോടൊപ്പം വേണം. അപ്പൊ ഇനി എന്ത് ചെയ്യുകയാണ്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയുള്ള ഓക്സിജനെ യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂവല് ബേൺ ചെയ്യുകയാണ്. ഇതെന്താ ചെയ്യുക? ഇറ്റ് പൊട്ടൻഷ്യലി ഇറ്റ് ഈസ് മേക്കിംഗ്
spacecraft lighter and more efficient compared to traditional rocket engines that carry their own oxidizer. So ഈ ഫ്യൂവലിന്റെ ഒപ്പം എന്താണ് അതിനെ കത്തിക്കാനുള്ള ഓക്സിഡൈസർ കൂടി ഇതിലുണ്ട്. ഈ ഓക്സിഡൈസറിന് പകരം അന്തരീക്ഷത്തിൽ ഇത് പറക്കുമ്പോൾ അവിടെ നിന്നുള്ള ഓക്സിജനെ തന്നെ ഉപയോഗിച്ചിട്ട് ഈ ഫ്യൂവൽ കത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഓക്സിഡൈസറിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വലിയ സ്പേസ് നമുക്ക് കുറയ്ക്കാം. അപ്പൊ അതിൽ വലുപ്പം കുറയ്ക്കാൻ സഹായിക്കും, അതിന്റെ വെയിറ്റ് കുറയ്ക്കാം. ഇതെല്ലാം എന്ത് ചെയ്യും? സ്പേസ് ക്രാഫ്റ്റിനെ ലൈറ്റർ ആക്കും, എഫിഷ്യന്റ് ആക്കും. ഈ ടെക്നോളജി പരീക്ഷിച്ചു. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ ടെക്നോളജി RH560 റോക്കറ്റ് വെച്ചിട്ട്, സൗണ്ടിങ് റോക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷിച്ചത്. ജൂലൈ 22, 2024 നമ്മൾ ഈ പരീക്ഷണം നടത്തിയത്. ഓക്കെ ആണേ? അതും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് SSLV D3. അത് EOS-08 മിഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. EOS-08 എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് 08നെയാണ് SSLV D3 എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ EOS-08 ഏത് റോക്കറ്റ് വെച്ചിട്ടാണ്, ഏത് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ് നടപ്പിലാക്കിയത് ചോദിച്ചാൽ അത് SSLV D3 ആണ് എന്ന് മനസ്സിലാക്കി. ഇതാണ് നമ്മുടെ SSLV D3. ഓക്കെ, ഈ സൈഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന പടങ്ങളെല്ലാം ISROന്റെ സൈറ്റിൽ നിന്ന്, ബ്രോഷറിൽ നിന്ന് എടുത്ത ചിത്രങ്ങളാണ്. വെറുതെ ഏതെങ്കിലും ചിത്രം ഇട്ടിരിക്കുകയല്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട്, ഇത് എന്താണ് ഈ മിഷൻ, ഇതാണ് EOS ചെയ്ത് കിടക്കുന്നത് 08 കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായ പിക്ചറാണ് കാണുന്നത്, അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇനി SSLVയുടെ ഫുൾ ഫോം എന്താ? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ട് നമ്മൾ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മിഷനുകൾ ഏറ്റെടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ചെറിയ ചെറിയ എന്താ പറയുക സാറ്റലൈറ്റുകളും പല പല ആവശ്യങ്ങൾക്ക് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കുന്നത്, വേറെ ചെറിയ ചെറിയ രാജ്യങ്ങൾ തരുന്ന മിഷനുകൾ ഉണ്ടാകും. അപ്പൊ ഇതിൽ പല സാറ്റലൈറ്റുകളും ദേ വിൽ ബി ഇൻ ദ കാറ്റഗറി മിനി, മൈക്രോ അല്ലെങ്കിൽ നാനോ സാറ്റലൈറ്റുകളായിരിക്കുക. അതായത് 10 മുതൽ 500 വരെ കിലോഗ്രാം മാത്രം ഭാരമുള്ള സാറ്റലൈറ്റുകളായിരിക്കും. ഇവയ്ക്ക് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിന്റെ അത്ര ഹൈറ്റിക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല. ഒരു 500 കിലോമീറ്റർ മാക്സിമം ഓർബിറ്റിലേക്കൊക്കെ ഇവർക്കൊക്കെ പോകേണ്ട ആവശ്യം വരുള്ളൂ. ഇത്തരം മിഷനുകൾ നടത്താനായിട്ടാണ് നമ്മൾ സ്പെഷ്യലി സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായത് നിങ്ങൾക്ക്? ഇതൊരു 3 സ്റ്റേജ് ലോഞ്ച് വെഹിക്കിൾ ആണ് എന്ന് ആലോചിക്കുക. ആദ്യത്തെ 3 സ്റ്റേജുകളും എന്താണ്? ഓൾ സോളിഡ് പ്രൊപ്പൽഷൻ സ്റ്റേജുകളാണ്. ആൻഡ് അതിനോടൊപ്പം ഒരു എന്തുണ്ട്? ലിക്വിഡ് പ്രൊപ്പൽഷൻ ബേസ്ഡ് വെലോസിറ്റി ട്രിമ്മിംഗ് മോഡ്യൂൾ. അതായത് ലാസ്റ്റുള്ള ഫൈനൽ വെലോസിറ്റി ഒന്ന് ട്രിം ചെയ്യാനുള്ള ഒരു മോഡ്യൂൾ എന്തുണ്ട്? ടെർമിനൽ സ്റ്റേജ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർക്കാൻ ശ്രദ്ധിക്കുക. സോ SSLV D3 ഉപയോഗിച്ചിട്ടാണ് EOS-08 മിഷൻ നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പരീക്ഷിച്ചത് എന്ന കാര്യം മറക്കാതിരിക്കുക. അടുത്ത മിഷൻ നമ്മുടെ GSAT-N2 അഥവാ GSAT-20 മിഷനാണ്. എന്താണ് GSAT-N2 അല്ലെങ്കിൽ GSAT-20 മിഷൻ അറിയോ നിങ്ങൾക്ക്? വേറെ ഒന്നുമല്ല, ദിസ് ഈസ് ആൻ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ദിസ് ഈസ് ആൻ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? മിഷൻ ഉദ്ദേശം എന്താ നോക്കൂ. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഡേറ്റ ആൻഡ് ഇന്റർനെറ്റ് സർവീസസ് ടു ദ റിമോട്ട് റീജിയൻസ്. നമുക്ക് ഈ പോയിട്ട് എന്താ പറയുക, ടവറുകളെല്ലാം വെച്ച് ഇന്റർനെറ്റും ബാക്കി സർവീസുകളും എത്തിക്കാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് സാറ്റലൈറ്റ് വഴിക്ക് ഈ സർവീസുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ഇന്റർനെറ്റ് സർവീസുകൾ റിമോട്ട് റീജിയനിലേക്ക് എത്തിക്കുക എന്നതാണ് GSAT-N2 അല്ലെങ്കിൽ GSAT-20യുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഒപ്പം തന്നെ ഇൻ ഫ്ലൈറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, വിമാനങ്ങളുടെ ഉള്ളിലേക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, വൈഫൈ സൗകര്യങ്ങൾ കൊടുക്കുന്നതിനുള്ള ഇൻ ഫ്ലൈറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നതും GSAT-N2ന്റെ ഒരു ഉദ്ദേശമാണ്. നമ്മുടെ രാജ്യത്ത് എയർ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പരിപാടി ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. എയർ ഇന്ത്യ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ഫ്ലൈറ്റുകളിൽ വൈഫൈ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് എയർലൈനുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനി നോക്കൂ, ഒരു അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണെന്ന് അപ്പൊ നമുക്ക് മനസ്സിലായി. ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. 4700 കിലോഗ്രാം ഭാരമുള്ള GSAT-N2 അല്ലെങ്കിൽ GSAT-20 14 വർഷത്തെ മിഷനായിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. എന്താണ്? ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് സ്പേസ് എക്സിന്റെ നമ്മൾ റീയൂസബിൾ റോക്കറ്റ് വെച്ച് ഇപ്പൊ പഠിച്ചില്ലേ, ഫാൽക്കൺ 9 റോക്കറ്റിലാണ് എന്ത് ചെയ്തത്? GSAT-N2 വിക്ഷേപിച്ചത്. എവിടേക്കാണ്? ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഇതിനെ എത്തിക്കുകയും അവിടെ നിന്ന് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിലേക്ക് ഓർബിറ്റിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്തുണ്ട്? നമുക്ക് GSLV ഉണ്ട്.
GSLV Mark 3 ഉണ്ട്. നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മളുടെ മിഷൻ ബാഹുബലി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളാണ് GSLV Mark 3. പക്ഷേ GSLV Mark 3ക്കും ഏതാണ്ട് 4000 കിലോഗ്രാം വരെ ഭാരമുള്ളതിനെയാണ് GTOയിലേക്കും പിന്നീട് എവിടേക്കും മുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഫാൽക്കൺ 9 റോക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്തത്, നമ്മളിവിടെ ഉപയോഗിച്ചത് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ആണേ. ഇനി ഈ സാറ്റലൈറ്റ് ആരാണ് ഇതിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്? സാറ്റലൈറ്റ് ബിലോങ്സ് ടു ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. നമ്മളുടെ കൊമേഴ്ഷ്യൽ വിങ് ആണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, NSIL എന്ന് പറയുന്നത് നമ്മളുടെ കൊമേഴ്ഷ്യൽ വിങ് ആണ്. NSIL ആണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി അവരുമായിട്ട് പാർട്ട്ണർ ചെയ്ത് നമ്മളുടെ സ്പേസ് എക്സുമായിട്ടുള്ള ആദ്യത്തെ പാർട്ട്ണർഷിപ്പാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം. GSAT-N2 എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് എക്സുമായിട്ടുള്ള ആദ്യത്തെ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു എന്ന കാര്യം കൂടി ആലോചിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ GSAT-20 അഥവാ GSAT-N2വുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മിഷനാണ് പ്രോബ 3 മിഷൻ. ഏതാണ്? പ്രോബ 3 മിഷൻ. പ്രോബ 3 മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് PSLV C-59 ആണ് എന്ത് ചെയ്യുന്നത്, ഈ മിഷനെ കൊണ്ടുപോകുന്ന ലോഞ്ച് വെഹിക്കിൾ എന്നത് ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെയല്ല, ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ എന്താണ് മിഷൻ ആണ് എന്നും ആലോചിക്കുക. അപ്പൊ യൂറോപ്യൻ സ്പേസ് ഏജൻസി അഥവാ ESAക്ക് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ തൊട്ടുമ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ വിങ് ആയിട്ടുള്ള എന്താ പറയുക NSIL നാഷണൽ സ്പേസ് ഏജൻസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? NSIL ആണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? NSIL ആണ് ഈ കാര്യം പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എന്തിലേക്ക് എത്തിക്കുന്നത്, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായിട്ട് അവർ ചർച്ചകൾ നടത്തും. ഈ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഏത് രീതിയിലാണ് നടത്തേണ്ടത് എന്ന് അവരെന്ത് ചെയ്യും, അവർ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം അവർ ക്യാരി ഔട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് വേണ്ടി പ്രോബ 3 മിഷൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മിഷൻ ആയിരുന്നു. അത് നടപ്പിലാക്കിയത് NSIL ആയിരുന്നു, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആയിരുന്നു. അപ്പൊ ഇതൊരു ഡെഡിക്കേറ്റഡ് കൊമേഴ്ഷ്യൽ മിഷൻ ആണ് എന്ന കാര്യം കൂടി മറക്കാതിരിക്കുക. December 5, 2024 ഇത് വിക്ഷേപിച്ചത്. യൂറോപ്യൻ സ്പേസ്, ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരു ടെക്നോളജി എന്ത് ചെയ്യുകയാണ്, പരീക്ഷിക്കുകയായിരുന്നു. ഒരു പരീക്ഷിക്കുകയാണ്. എന്താ ടെക്നോളജി? ഇതാണ് ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ്. പ്രിസൈസ് ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ഡിസൈനിൽ അല്ലെ, ഒരു ഫോർമേഷൻ. ഇപ്പൊ വിമാനങ്ങൾ റിപ്പബ്ലിക് ഡേയിൽ എന്താണ്, ഒരു ഫോർമേഷനിൽ പറന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വിമാനങ്ങൾ ഒരു പെർട്ടിക്കുലർ ഡിസൈനിൽ എന്താണ്, തുടർച്ചയായി ഈ ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ തുടർച്ചയായി ഈ ഫോർമേഷനിൽ പറന്നു പോകുന്നതിനാണ് ഫോർമേഷൻസ് എന്ന് നമ്മൾ പറയുക. അതേപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരു പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ് പരീക്ഷിക്കുകയാണ്. എന്താണ് ഈ ചിത്രത്തിൽ? അത് കൃത്യമായുണ്ട്. ഇവിടെ ഭൂമി നിൽക്കുന്നു. ഇവർക്ക് 2 എന്താ പറയുക ഉപഗ്രഹങ്ങളാണ് ഇവരെന്ത് ചെയ്തത്, ഇവർ വിട്ടത്. ഒരു ഉപഗ്രഹത്തിന്റെ പേര് എന്ന് പറയുന്നത്, ഒരു സാറ്റലൈറ്റിന്റെ പേര് കൊറോണാഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റ് ആണ്. രണ്ടാമത്തേത് ഒക്കൾട്ടർ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഈ മുകളിൽ കാണുന്ന ഇതാണ് ഒക്കൾട്ടർ സ്പേസ് ക്രാഫ്റ്റ്. ഈ രണ്ടാമത് കാണുന്ന താഴെ കാണുന്ന ഇതാണ് കൊറോണാഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റ്. എന്താ ഉദ്ദേശം എന്നറിയോ? കൃത്യമായിട്ട് പറയാം. കൊറോണ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഏതാണ്ട് ഊഹിച്ചിട്ടുണ്ടാകും, സൂര്യനുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന്. അല്ലെ? ആണ്. ഈ താഴെ കിടക്കുന്ന ഈ ആള് സൂര്യനെ നോക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നോക്കുന്ന സമയത്ത് പക്ഷേ ഡയറക്റ്റ് സൂര്യനെ കിട്ടില്ല. പകരം നമ്മളുടെ ഈ ആളില്ലേ ഒക്കൾട്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒക്കൾട്ട് എന്ന് വെച്ചാൽ പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം അതിനെന്താണ്, മറയ്ക്കുക എന്നാണ്. മനസ്സിലാവുണ്ടോ? തടയുക എന്നതാണ് അർത്ഥം. അപ്പൊ ഒക്കൾട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ, ഈ ഒക്കൾട്ട് സ്പേസ് ക്രാഫ്റ്റ് സൂര്യനിൽ നിന്ന് ഡയറക്ട്ലി വരുന്ന രശ്മികളെയൊക്കെ തടയും. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടേക്ക് പോകുന്ന രശ്മികള്, ഇപ്പൊ സൂര്യനിൽ നിന്ന് ഡയറക്ട്ലി വരുന്ന ഇതിനെ തടഞ്ഞാൻ പറ്റിയാൽ സൂര്യന് ചുറ്റും, സാധാരണ സൂര്യൻ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ശരിക്കും ഈ നടുക്കുള്ള മെയിൻ ലൈറ്റിനെ നമുക്ക് തടയാൻ പറ്റിയാൽ, നമ്മൾ എപ്പോഴും പറയും കംപ്ലീറ്റ് ആയിട്ടുള്ള സൂര്യഗ്രഹണം നടക്കുന്ന സമയത്താണ് നമുക്ക് എന്തിനെ വ്യക്തമായി കാണുക, കൊറോണ, സൂര്യന്റെ ചുറ്റും കിടക്കുന്ന അന്തരീക്ഷമായ കൊറോണയെ കാണാൻ പറ്റുക. അപ്പൊ ഈ ആളെന്ത് ചെയ്യുകയാണ്, ഒക്കൾട്ട് സ്പേസ് ക്രാഫ്റ്റ്, ഒക്കൾട്ട് അല്ലെ, തടയുക അല്ലെ, തടയുന്ന ആളെന്താ ചെയ്യുന്നത്, എന്തിനാ തടയുന്നത്, ഡയറക്റ്റ് ആയിട്ടുള്ള ഈ സൂര്യന്റെ ഈ ഭാഗത്തിന് അതെന്ത് ചെയ്യും, തടയും. അപ്പൊ എന്ത് ചെയ്യും, താഴെ കിടക്കുന്ന ഈ കൊറോണാഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റിന് കൊറോണ കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റും. നമ്മളുടെ ജിയോഗ്രഫി ക്ലാസ്സുകളിൽ നമ്മൾ കൊറോണയെ കുറിച്ച്, ഇത് തടയുമ്പോൾ നമുക്ക് കൊറോണയെ കാണാൻ പറ്റുന്നതിനെ കുറിച്ച്, കൊറോണയിൽ നിന്ന് വരുന്ന നമ്മളുടെ സോളാർ വിൻഡ്, അതുപോലെ തന്നെ
നമ്മളുടെ എന്താ പറയുക എമിഷൻസ് അല്ലെ, വിവിധങ്ങളായിട്ടുള്ള സോളാർ എമിഷൻസ് ഉണ്ട് അല്ലെ, സോളാർ വിൻഡ് ഉണ്ട്, അതുപോലെ തന്നെ സോളാർ ഫ്ലെയറുകൾ ഉണ്ട് അല്ലെ. ഇവയെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇവയെ കുറിച്ചൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ കൊറോണൽ മാസ് ഇജക്ഷൻ, പ്രധാനമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടി ഈ CME ആണ്, കൊറോണൽ മാസ് ഇജക്ഷൻ. അതെന്താണ്? കൊറോണയിൽ നിന്നിടയ്ക്ക് വലിയൊരു ഭാഗം അവരുടെ പ്ലാസ്മയല്ലേ, ഈ പ്ലാസ്മയുടെ ഒരു വലിയ പോർഷൻ എന്ത് ചെയ്യും, ഇജക്ട് ചെയ്യപ്പെടും. ഇതാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. ഇത് ഭൂമിയുടെ നേർക്ക് വരാറുണ്ട് അല്ലെ. അപ്പൊ ഇവയെ കുറിച്ചൊക്കെ പഠിക്കുക എന്നതാണ് ഇവയുടെ ഉദ്ദേശം. അപ്പൊ ഇവ എന്ത് ചെയ്യും, അവിടെയാണത് ഈ ലൈൻ എന്ത് ചെയ്യുന്നത് വീണ്ടും ഇമ്പോർട്ടന്റ് ആകുന്നത്. പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ്, ഇത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടും ഒരേ ഡിസ്റ്റൻസിൽ ഇതേപോലെ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഭാഗത്തിന് എപ്പോഴും ഈ ഒക്കൾട്ടർ തടയണം. അതിനുശേഷമുള്ളത് മാത്രം കൊറോണോഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റിന് കൊറോണയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാണാൻ സാധിക്കണം. അപ്പൊ പ്രിസൈസ് ഫോർമേഷൻ ലൈൻ, ഈ പ്രിസൈസ് ഫോർമേഷനിൽ ഇത് ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, സൂര്യനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു ടെക്നോളജിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി പരീക്ഷിച്ചത്. ഈ ടെക്നോളജി പരീക്ഷിക്കുന്നതിനുള്ള മിഷൻ ആയിരുന്നു പ്രോബ3 മിഷൻ. ഇത് കൊണ്ടുപോയ റോക്കറ്റ് PSLV C-59 ആയിരുന്നു. ഓക്കെ ആണല്ലോ, അതും നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ അവസാന മിഷനായിട്ടുള്ള സ്പേഡെക്സ് മിഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു ടെക്നോളജി പരമായിട്ടുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയ ഒരു മിഷനായിരുന്നു സ്പേഡെക്സ് മിഷൻ എന്ന് പറയുന്നത്. December 30, 2024 സ്പേഡെക്സ് മിഷൻ പോയത്. PSLV C-60 സ്പേഡെക്സ് മിഷൻ എന്ത് ചെയ്ത് വിക്ഷേപിക്കപ്പെട്ടത്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം സ്പേഡെക്സ് മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ ഒപ്പം POEM-4 പോയിട്ട് നമ്മൾ നേരത്തെ POEM-3 പഠിച്ചില്ലേ, അതായത് ഈ പോകുന്ന റോക്കറ്റിന്റെ 4th സ്റ്റേജ് അതിനെ എന്ത് ചെയ്യുകയാണ്, അതിനെ അവിടെ വേസ്റ്റ് ആയി കളയാണ്ട് നമ്മൾ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് ഇറക്കിയിട്ട് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിൽ കുറെ പേലോഡുകൾ, വേറെ ചെറിയ ചെറിയ പേലോഡുകൾ ഉണ്ടാവും. ഇത് POEM-3 നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചു, POEM-4 ഇപ്പോൾ അടുത്ത മിഷനിൽ വിട്ടിട്ടുണ്ട്. മനസ്സിലായി? അതായത് ആ റോക്കറ്റിന്റെ 4th സ്റ്റേജ് നമ്മൾ തിരിച്ചിറക്കും, അത്രയേ ഉള്ളൂ. ഇതിനിപ്പോൾ അങ്ങോട്ട് പോകുന്ന എല്ലാ PSLV റോക്കറ്റിലും മിക്കവാറും ഉണ്ടാവും ഇത്. മനസ്സിലായോ? അപ്പൊ POEM-4 എന്താണെന്ന് ഇനി അഗൈൻ വിശദീകരിക്കാനായിട്ട് നിൽക്കുന്നില്ല. ശരി, അത് പോട്ടെ. എന്താണ് സ്പേഡെക്സ് മിഷൻ? ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇൻ സ്പേസ് ഡോക്കിംഗ്. ഓർത്ത് വെക്കുക, ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ സ്പേസ് ഡോക്കിംഗ്, അതായത് 2 കുഞ്ഞു സാറ്റലൈറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിചാരിക്കുക. ഈ കുഞ്ഞു സാറ്റലൈറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യും, അന്തരീക്ഷമല്ല, ക്ഷമിക്കണം, അറ്റ്മോസ്ഫിയർ അല്ല, സ്പേസിൽ വെച്ചിട്ട് ഇവ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റണം. ഡോക്കിംഗ് എന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവ രണ്ടും കറക്റ്റായി വന്ന് ഡോക്ക് ചെയ്യണം. ഡോക്ക് ചെയ്യാൻ പറ്റിയാൽ പല പല ഗുണങ്ങളാണ്. എന്തൊക്കെയാ ഗുണങ്ങള്? നമുക്കിനി ഭാവിയിൽ നമ്മൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, നമ്മളുടെ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇല്ലേ, അതുപോലെ നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. അതിന് നമുക്ക് എല്ലാ ഒറ്റയടിക്ക് മിഷൻ മോളിലേക്ക് വിടാം, ഒരു വലിയ സ്പേസ് സ്റ്റേഷൻ മോളിലേക്ക് വിടാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ ഓരോരോ പാർട്ടായി പോയി അവ ഓരോന്നും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് മൂൺ മിഷനും മറ്റും എന്ത് ചെയ്യാൻ പറ്റും. മൂൺ മിഷൻ, ഗഗൻയാൻ, പിന്നീട് ഗഗൻയാൻ ഉടനെ പോവും, പക്ഷെ അത് ശേഷമുള്ള മൂൺ മിഷൻ പോലുള്ള മിഷനുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമ്മുടെ യാത്രികർക്ക് ഒന്ന് പോയി റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമായിട്ട് നമുക്ക് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൂൺ എന്താ പറയുക ലാൻഡിങ് നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡോക്കിങ് അതിൽ നിന്ന് വിട്ടുപോകണം, തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം, ആളുകൾ തിരിച്ചിങ്ങോട്ട് വരണ്ടേ, തിരിച്ച് ഡോക്ക് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം എന്താണ്, ഈ ഡോക്കിംഗ് മിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ സക്സസ്ഫുള്ളി ഈ ഡോക്കിംഗ് നടത്തുകയും ചെയ്തു. നമ്മൾ ഇങ്ങനെ 2 പേരെ വെച്ചിട്ടുള്ള പരീക്ഷിക്കുക. അതിൽ ഒരാളാണ് SDX-01, അഥവാ ഇതാണ് ചേസർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. SDX-02 ആയിരുന്നു ടാർഗറ്റ്. അപ്പൊ ഈ ചേസർ പോയി ടാർഗറ്റിൽ എന്ത് ചെയ്യും, ഡോക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നടന്നത്. ഇവ ഓരോന്നും, ഈ ഓരോ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്, വളരെ കൃത്യമായി ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ സ്പേസ് മിഷനിൽ എന്താ ചെയ്തത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുകയാണ്, 2 ആളുകളെ, 2 സാറ്റലൈറ്റുകളെ, 2 നമ്മൾ വിട്ട മിഷനുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പരസ്പരം കണക്ട് ചെയ്യുകയാണ് സ്പേസിൽ വെച്ചിട്ട്. ഇത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭാവിയിൽ ഉണ്ടാക്കാൻ മൂൺ മിഷനുകൾ എല്ലാത്തിനും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. PSLV C-60 നമ്മളിത് വിക്ഷേപിച്ചത്. ഇൻ സ്പേസ് ഡോക്കിംഗ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, പരീക്ഷിച്ച ടെക്നോളജി. SDX-01 ചേസർ എന്ന പേരിലും SDX-02 ടാർഗറ്റ് എന്ന പേരിലും അറിയുന്നു. ഇവർ 2 പേരും സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, ഡോക്ക് ചെയ്യുകയും ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ഇന്ത്യയുടേതായി ബന്ധപ്പെട്ട മിഷനുകളായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ചില സമയങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ബാക്കിയുള്ള മിഷനുകളെ കുറിച്ചും ചോദ്യം വരാറുണ്ട്. ഒന്നാമത്തേത് ആർടെമിസ് പ്രോഗ്രാം ആണ്. നമുക്കറിയാം നാസയുടെ മൂൺ പ്രോഗ്രാം ആണ് ആർടെമിസ് പ്രോഗ്രാം.
അത് നാസയുടേതാണ്. പെരിഗ്രൈൻ പ്രോഗ്രാം അൺസക്സസ്ഫുൾ ആയി മാറി. മൂണിലേക്ക് തന്നെയുള്ള വേറൊരു പ്രോഗ്രാം ആയിരുന്നു, നാസയുടെ അൺസക്സസ്ഫുൾ പ്രോഗ്രാം ആയിരുന്നു, അതുകൊണ്ട് തന്നെ ന്യൂസിൽ ഉണ്ടായിരുന്നു പെരിഗ്രൈൻ. സ്ലിം എന്ന് പറയുന്നത് ജപ്പാൻ സ്പേസ് ഏജൻസിയുടെ ലൂണാർ സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു സ്ലിം എന്ന് പറയുന്ന പ്രോഗ്രാം. ചാങ്കെ 6 എന്ന് പറയുന്നത് ചൈനയുടെ ലൂണാർ സർഫേസിൽ, ചന്ദ്രന്റെ സർഫേസിൽ നിന്ന് സാമ്പിൾ എടുത്ത് റിട്ടേൺ ചെയ്ത ചൈനയുടെ പ്രോഗ്രാം ആയിരുന്നു ചാങ്കെ 6. ഇനി ഇത് ഒരു കോസ്മോനോട്ടാണ്. കോസ്മോനോട്ട് എന്ന് വെച്ചാൽ ആരാണ്? നമ്മൾ ആസ്ട്രോനോട്ട്. പണ്ട് ഈ USSRും USA തമ്മിൽ എപ്പോഴും പ്രശ്നമായിരുന്നല്ലോ, മത്സരമായിരുന്നല്ലോ. അതുകൊണ്ട് USSR, ഇപ്പോഴത്തെ റഷ്യ, അവരുടെ ആസ്ട്രോനോട്ടുകളെ വിളിച്ചിരുന്ന പേരാണ് കോസ്മോനോട്ടുകൾ എന്ന പേരിൽ. മനസ്സിലാവുന്നുണ്ടോ? ഒലെഗ് കൊനോനെൻകോ എന്ന് പറയുന്ന ഈ വ്യക്തി ഏറ്റവും അധികം സമയം മോസ്റ്റ് ടൈം സ്പേസിൽ സ്പെൻഡ് ചെയ്ത ആളായിട്ട് ഇദ്ദേഹം മാറി. പേരോർത്ത് വെക്കുക, ഒലെഗ് കൊനോനെൻകോ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. റഷ്യൻ കോസ്മോനോട്ടാണ് ഇദ്ദേഹം. ഏറ്റവും അധികം സമയം സ്പേസിൽ ചിലവഴിച്ച ആളായിട്ട് ഇദ്ദേഹം മാറി. ഓക്കെ ആണല്ലോ. ഇനി ലോങ് മാർച്ച് റോക്കറ്റ്, ഇത് ലോഞ്ച് വെഹിക്കിൾ ആണ്, സാറ്റലൈറ്റ് അല്ല, കൊണ്ടുപോകുന്ന റോക്കറ്റ്. ലോങ് മാർച്ച് റോക്കറ്റ് അത് ചൈനയുടേതാണ്. അരിയാനെ 6 എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ്. ഗ്രാവിറ്റി 1 എന്ന് പറയുന്നത് ഓറിയൻ സ്പേസ്, അത് ചൈനയുടെ, നമ്മളുടെ NSIL അതുപോലെ ചൈനയുടേതായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ വിങ് ആണ്, ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഓറിയൻ സ്പേസ്, അവരുടേതാണ് ഗ്രാവിറ്റി 1 എന്ന് പറയുന്നത്. ഇവയെല്ലാം പല സമയങ്ങളിലായിട്ട് ന്യൂസുകളിൽ ഉണ്ടായിരുന്ന മിഷനുകളും ലോഞ്ച് വെഹിക്കിളും വ്യക്തിയുമാണ്. അതുകൊണ്ടാണ് ഇവ നമ്മൾ എന്ത് ചെയ്തത്, ഇന്ത്യക്ക് പുറമേയുള്ള ഭാഗമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഇവയെല്ലാം ഓർത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ജസ്റ്റ് പരിശോധിക്കാൻ 2 ചോദ്യങ്ങളാണ്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഈ 2 ചോദ്യങ്ങൾ കാണുക, അവയുടെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇൻ ടേംസ് ഓഫ് സ്പേസ് മിഷൻസ് ഓഫ് ഇന്ത്യ, വാട്ട് ഡസ് ടേം പുഷ്പക് മീൻസ്? പുഷ്പക് എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ സ്പേസ് മിഷൻസുമായി ബന്ധപ്പെട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്പൈ സാറ്റലൈറ്റ്, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. ഇവയിൽ ഏതാണ് പുഷ്പക് എന്ന പേരിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ആദ്യ ചോദ്യം. ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് റോങ്? തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇൻസാറ്റ് 3DS മിഷൻ വാസ് ലോഞ്ച്ഡ് യൂസിംഗ് GSLV F-14. Exposat mission was the first mission of ISRO in 2024. GSAT N2 was launched using GSLV M3. Proba 3 was a dedicated commercial mission by NSIL. ഇവയിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നതാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഈ 2 ചോദ്യങ്ങളും നമ്മൾ പഠിപ്പിച്ച വിവിധ ഭാഗങ്ങളെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. 2ന്റെയും ആൻസറുകൾ കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിംഗ് ടു ദിസ് ക്ലാസ്. അടുത്ത റാങ്ക് മേക്കർ സീരീസിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.